ഫ്രാൻസസിനെ ഒന്നനും. സ്നേഹമാണഖിലസാരമൊഴിയിൽ, സ്നേഹമാണഖിലസാരമൊഴിയിൽ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, മറ്റ് ശ്രോതാക്കളെ, വിദ്യാർത്ഥികളെ, നമുക്ക് സ്നേഹിക്കാം അതിരുകളില്ലാതെ എന്ന വിഷയത്തെക്കുറിച്ച് ചില വാക്കുകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം എന്നത് മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജന്മസിദ്ധമായ വികാരമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഏവരും കൊതിക്കുന്നു. ജീവൻ നിലനിൽക്കാൻ ദാഹജലം അനിവാര്യമായ പോലെ സാമൂഹിക ബന്ധങ്ങൾ നിലനിൽക്കാൻ സ്നേഹത്തിൻ്റെ നീരുറവ അനിവാര്യമാണ്. വ്യക്തിത്വ വികസനത്തിൻ്റെ 4 തലങ്ങളായ ശരീരം, ബുദ്ധി, മനസ്സ്, ആത്മാവ് എന്നിവയുടെ ഉഗ്രദിനത്തിന് ഏറ്റവും അനിവാര്യമായ മാനസിക അനുഭൂതിയാണ് സ്നേഹം. മനുഷ്യ മനസ്സിൻ്റെ മറ്റു വികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹത്തിന് സ്ഥായിയായ ഒരു നിർവചനം നൽകുക സാധ്യമല്ല. സ്നേഹമാണഖിലസാരമൊഴിയിൽ എന്ന് കുമാരനാശാൻ പാടിയത് സ്നേഹത്തിൻ്റെ അർത്ഥവ്യാപ്തിയുടെ അഗാധത വ്യക്തമാക്കുന്നു. മാതൃസ്നേഹത്തിലൂടെ ജനിച്ചു വീഴുന്നത് മുതൽ അനുനിമിഷം നാം നിർത്താതെ തിരയുന്നതും സ്നേഹത്തിന് വേണ്ടി തന്നെയാണ്. ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു സ്നേഹമാണെന്ന് ചുരുക്കം. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കണ്ണികളെയും ഒന്നിച്ചു നിർത്തുന്ന ഈ മഹാബലത്തിൻ്റെ മഹനീയതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പല മനുഷ്യർക്കും ഇന്ന് സാധിച്ചിട്ടില്ല. ഇന്ന് യാന്ത്രികമായ ജീവിത ചുറ്റുപാടിൽ തിരക്കേറിയ നിത്യജീവിതത്തിൽ നാം പലരും സ്നേഹത്തിൻ്റെ സുന്ദരമായ ഫലങ്ങൾ അനുഭവിക്കുന്നില്ല. നമ്മളിൽ പലരും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്നേഹിക്കാൻ സമയമില്ലാതെ എന്തിനോ വേണ്ടി പരക്കുണ്ടാവുകയാണ്. അത് കുടുംബ ബന്ധങ്ങൾക്ക് ഉറപ്പില്ലാതെ ലഹരിക്ക് അടിമപ്പെടുന്ന യുദ്ധവും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന അമ്മമാരും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്നേഹനിരസം തന്നെയാണ് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും കാരണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയും ബന്ധങ്ങളെയും ഉപഭോഗതൃഷ്ണയുടെയും മാത്രം നോക്കിക്കൊണ്ട് ചൂഷണം ചെയ്യുന്ന രീതി ജീവിതത്തിൻ്റെ നാനാ രംഗങ്ങളിലും വർദ്ധിച്ചു വരുന്നു. സ്നേഹമുള്ളിടത്തെ ജീവിതമാണ്, വെറുപ്പ് നാശത്തിലൂടെ നയിക്കും എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ആത്മാർത്ഥമായ സ്നേഹം ജീവിതത്തിൽ സമഗ്രമായ മാറ്റം വരുത്തും. നല്ല വാക്ക്, നല്ല പ്രവൃത്തി, സംരക്ഷണം, പങ്കുവെക്കൽ, കരുതൽ, കരുണ, പരസ്പര സഹായം, പരസ്പര വിശ്വാസം, വിട്ടുവീഴ്ച മനോഭാവം എന്നിവയിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും സാധിക്കുന്ന ഉത്തമമായ ജീവിതം നമുക്ക് നയിക്കാൻ ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.